അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശമുവേൽ നെല്ലിമുകളിലാണ്. മിഷണറിമാർ ചെയ്ത അധകൃതോദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കുന്നത്. മൃഗങ്ങൾക്കുണ്ടായിരുന്ന പരിഗണന പോലുമില്ലാതെ ഇവിടെ ജീവിച്ചിരുന്ന ഭൂരിഭാഗം വരുന്ന മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇന്നിൻ്റെ സമൂഹത്തിന് ഒരിക്കലും തിരസ്കരിക്കുവാൻ കഴിയുന്നതല്ല. പ്രബന്ധാവതരണത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യരായ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രബുദ്ധരായ അവിടെ സന്നിഹിതരായിരിക്കുന്ന ഡെലിഗേറ്റ്സുകളെ, പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു വർഗീസ് സാറ്, എനിക്ക് പേര് അറിയാൻ വയ്യാത്ത പലരുമുണ്ട്. എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഇന്ന് അവതരിപ്പിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം മിഷണറിമാർ ചെയ്ത അധകൃതോദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നതാണ്. നവോത്ഥാനത്തിന് വിത്തുപാകിയ ക്രൈസ്തവ മിഷണറിമാർ എന്നതാണ് നമ്മുടെ ഈ സെമിനാറിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. വാസ്തവത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നവോത്ഥാനത്തിന് വിത്ത് പാവുക മാത്രമല്ല ചെയ്തത്, വിത്ത് പാകി മുളപ്പിച്ച് അതിൻ്റെ ഫലം കണ്ടവരാണ്. അതിൻ്റെ ആ വിത്തിൻ്റെ ആ ഫലത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ നവോത്ഥാനം എന്ന പദം ഇവിടെ നമ്മുടെ സർക്കാർ അംഗീകരിച്ച് നവോത്ഥാനം അവരുടെ സ്വന്തം അവകാശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ പദം ഉപയോഗിക്കുന്നതിൽ അനൗചിത്യമൊന്നുമില്ല. എന്നാൽ കുറച്ചുകൂടി ആഴമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നവോത്ഥാനമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് രണ്ട് വാക്കാണ്. നവം പുതിയത്, ഉത്ഥാനം എഴുന്നേൽപ്പ്. പുതിയ ഒരു എഴുന്നേൽപ്പ് നമ്മുടെ സമൂഹത്തിനുണ്ടായി എന്നുള്ള അർത്ഥത്തിൽ നവോത്ഥാനം എന്ന പദം ശരിയാണ്. എന്നാൽ ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന അത് പരിവർത്തനം എന്നുള്ളതാണ്. സാമൂഹ്യ പരിവർത്തനം. നവോത്ഥാനം എന്ന് പറയുമ്പോൾ പുതിയൊരു എഴുന്നേൽപ്പ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചു. പിന്നീട് എഴുന്നേറ്റോ ഇരുന്നോ എന്നറിഞ്ഞുകൂടാ, ആ നിപ്പ് തന്നെ തുടരുകയാണോ എന്നും അറിഞ്ഞുകൂടാ. എന്നാൽ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു വിത്ത് മുളച്ചിടുമ്പോഴേ പരമേശൻ്റെ പദാംബുജങ്ങളിൽ ശരിയായി തലതാഴ്ത്തിയ അങ്കുരം വിരവോടഞ്ചലി കൂപ്പിടുന്നതേ എന്ന് പറയുന്നത് പോലെ അത് വളർന്ന് അത് വൃക്ഷമാവുകയോ ഒക്കെ ചെയ്ത് ഫലം പുറപ്പെടുവിക്കും അനേക വർഷങ്ങൾ. പരിവർത്തനം, ഈ സമൂഹത്തിന് സംഭവിച്ച പരിവർത്തനം എന്ന് ആരംഭിച്ചുവോ അന്ന് മുതൽ ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് സാമൂഹ്യ പരിവർത്തനം എന്നുള്ള വാക്ക് ഞാൻ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന പ്രബന്ധം മിഷണറിമാർ ചെയ്ത അധകൃത ഉദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ഇത് ഒരു വിപുലമായ വിഷയമാണ്. കാരണം മിഷണറിമാർ ഈ അധകൃത സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 100 വർഷത്തിലധികം പ്രവർത്തിച്ചിട്ടുണ്ട്. CMS, LMS, ബാസൽ മിഷണറിമാരും ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ അതിന് സപ്പോർട്ട് ചെയ്ത മഹാരാജാക്കന്മാരുമൊക്കെ ഇതിൻ്റെ നവോത്ഥാനത്തിൻ്റെ അധകൃതന്മാരുടെ ഉത്ഥാനത്തിന് വേണ്ടി സഹായിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇത് വളരെ വിപുലമായൊരു വിഷയമാണ്.
ഈ വിഷയം മാത്രം കൊണ്ടൊരു സെമിനാർ നടത്താം. അധകൃത മിഷണറിമാർ ചെയ്ത അധകൃത ഉദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നുള്ള വിഷയം കൊണ്ട് തന്നെ 2-3 ദിവസത്തെ സെമിനാറിനുള്ള വിഷയമാണത്. അനേക പ്രബന്ധങ്ങൾ ഉണ്ടാക്കാം. ഈ ഞാനിവിടെ അവലംബമാക്കിയിരിക്കുന്ന പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അടിമത്തം കേരളത്തിൽ അടൂർ രാമചന്ദ്രൻ നായർ എഴുതിയൊരു പുസ്തകമാണ്. അതൊരു ഹിന്ദു എഴുതിയ പുസ്തകമാണ്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൂട്ടി ചെയ്യുന്നുണ്ട്. ഇതുപോലെ അനേക പുസ്തകങ്ങൾ എഴുതാം. ജോൺ ഹോക്സ്വർത്ത് നമ്മുടെ അധകൃതരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ആദ്യം പ്രവർത്തിച്ച മിഷണറിയാണ് ജോൺ ഹോക്സ്വർത്ത്. അദ്ദേഹത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ജോസഫ് പീറ്റ് പല പുസ്തകങ്ങൾ. എനിക്ക് തന്നിരിക്കുന്ന വിഷയം മാത്രം ഒരു സെമിനാറിന് പല പ്രബന്ധങ്ങളായി അവതരിപ്പിക്കത്തക്കവണ്ണം വിപുലമാണ്. മിഷണറിമാർ ചെയ്ത ത്യാഗോജ്വലമായ അധസ്ഥിത ഉദ്ധാരണ പ്രവർത്തനങ്ങളെപ്പറ്റി സമഗ്രമായി എഴുതിയാൽ ഒരു വലിയ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ കഴിയും. ഏതാണ്ട് 1 നൂറ്റാണ്ടിലധികം കാലം കേരളത്തിലെത്തിയ പാശ്ചാത്യ മിഷണറിമാരും അവരെ പിന്തുണച്ച നാട്ടുകാരായ വൈദികരും ഏക മനസ്സോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി തയ്യാറാക്കിയ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഈ പ്രബന്ധം. ഗവേഷണം എന്ന് പറയുന്നത് റിസർച്ച്, ഗവേഷണം എന്ന് പറയുന്നത് പശുവിനെ അന്വേഷിക്കുക എന്ന അർത്ഥം. ഈഷണം, അങ്ങനെയാണ് ഗവേഷണം ഉണ്ടായത്. ഇവിടെ നമ്മൾ ഗവേഷണത്തിൽ ബാക്കിയുള്ള ഏത് ഗവേഷണത്തിനും ഗവേഷണം എന്നുള്ള പേര് പറയാൻ തുടങ്ങി. ഗവേഷണം വസ്തുനിഷ്ഠമായിരിക്കണം. ഈ ഒരു സിദ്ധാന്തക്കാരനാണ് ഞാൻ. ഗവേഷണത്തിൽ വെള്ളം ചേർക്കുകയോ അഭ്യൂഹങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഗവേഷണം സത്യസന്ധമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, ഓബ്ജക്റ്റീവായിരിക്കണം. സബ്ജക്റ്റീവായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് വളരെയൊന്നും രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. യൂണിവേഴ്സിറ്റി തലത്തിൽ ഞാൻ ഗവേഷണം നടത്തുമ്പോൾ ഒരു വിലാപം എന്ന് പറയുന്ന ഒരു കൃതി CS സുബ്രഹ്മണ്യം പോയിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ലക്ഷണമൊത്ത വിലാപകാവ്യമാണ്. അത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ കുമാരനാശാൻ്റെ വീണപൂ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശയമല്ല. അത് കരുനാഗപ്പള്ളിക്കാരനായ ഒരു സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപത്തിൻ്റെ മനോഹരമായ പ്രതീകാത്മക സംഗ്രഹമാണ് എന്ന് തെളിയിച്ചു ആ പ്രബന്ധത്തിൽ. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒരു ഈശ്വരൻ പോറ്റി ഇതറിഞ്ഞ് എന്നെ ക്ഷണിക്കുകയും അവിടെ ഒരു സെമിനാർ അവതരിപ്പിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സെമിനാറിൽ ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞു. അതായത് വീണപൂ എന്ന് പറയുന്ന കൃതി എഴുതിയതിനെക്കുറിച്ച് പല കാര്യങ്ങൾ, പല കാരണങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. അതൊന്നുമല്ല, മഹാകവി കുമാരനാശാൻ എന്ന് പറയുന്ന ആ പ്രതിഭാശാലിക്ക് മനോഹരമായ ഈ കാവ്യം എഴുതുവാനുള്ള പ്രചോദനം കിട്ടിയത് സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറയുന്ന ഒരു കവിയുടെ ഒരു വിലാപം എന്ന് പറയുന്ന കാവ്യത്തിലൂടെയാണ് എന്ന് ഞാനത് തെളിയിച്ചു. ആ വേദിയിൽ അന്ന് കരുനാഗപ്പള്ളിയിൽ വെച്ച് നടത്തിയ സെമിനാറിൽ അതിൻ്റെ അധ്യക്ഷൻ S. ഗുപ്തൻ നായർ സാറായിരുന്നു. അത് കഴിഞ്ഞ് APP നമ്പൂതിരിയൊക്കെ ഉണ്ടായിരുന്നു. പല പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ഈ പ്രബന്ധം അവതരിപ്പിച്ച് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രബന്ധം ഗുപ്തൻ നായർ സാർ വാങ്ങിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് APP നമ്പൂതിരിക്ക് കൊടുത്തു. അവരത് പൂർണ്ണ പബ്ലിക്കേഷന് കൊടുത്തു, പ്രസിദ്ധീകരിച്ച് പുസ്തകമാക്കി. അത് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാളം BA പാഠപുസ്തകമായി. അപ്പോൾ ഈ വസ്തുനിഷ്ഠമായ പഠനം നമ്മൾ ഭീതിയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അത് അംഗീകരിക്കാനായിട്ട് ആളുകളുണ്ടാകും. അതുപോലെ CMS കോളേജിൻ്റെ ആരംഭത്തെക്കുറിച്ച് പല സംശയങ്ങളുണ്ടായിരുന്നു. 200 വർഷം ആകുന്നതിന് മുൻപ് അത് ഞങ്ങളാണ് തുടങ്ങിയത്, മറ്റവരാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല അവകാശവാദങ്ങൾ ഇങ്ങനെ CMS കോളേജിലെ സ്റ്റാഫിനിടയിലും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താമെന്ന് വിചാരിച്ച മിഷണറിമാരുടെ റെക്കോർഡൊക്കെ തേടി CMS കോളേജ് ലൈബ്രറിയിൽ നിന്നും അതൊക്കെ വായിച്ചു നോക്കിയപ്പം ഇവർ പറയുന്നതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ എഴുതി വന്നപ്പോൾ അതൊരു പുസ്തകമായി. അതാണ് CMS കോളേജിൻ്റെ ചരിത്രം. ഇത് 2ാം പതിപ്പാണ്. ഇതിന് വൻപിച്ച പ്രചാരം ലഭിച്ചു. അതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട്
അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതൊരു പുസ്തകമായതാണ് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം. ഇതും പരിഷ്കരിച്ച 2ാമത്തെ പതിപ്പാണ്. അപ്പോൾ വസ്തുനിഷ്ഠമായിരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം തെളിവോടുകൂടി നമ്മുടെ ഗവേഷണം വസ്തുനിഷ്ഠമായിരിക്കണം. സാക്ഷി അപ്പോളജറ്റിക്സിൻ്റെ അന്വേഷണങ്ങൾ, നിഗമനങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കണം. ഇനി ഞാൻ പ്രബന്ധത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. സമൂഹഘടന. നമ്മുടെ ഇന്നത്തെ സമൂഹം ഒരു സ്റ്റാറ്റിക് സൊസൈറ്റി അല്ല, ഡൈനമിക് സൊസൈറ്റിയാണ്. എന്നാൽ മിഷണറിമാരിവിടെ വരുന്നതിന് മുൻപ് ഈ സമൂഹത്തിൻ്റെ ഘടന സ്റ്റാറ്റിക് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിശ്ചലമായൊരു സമൂഹം, ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം. ആ ജാതിക്ക് മാറ്റമില്ല. അവരുടെ പൊസിഷന് ഏറ്റവും മുകളിൽ ബ്രാഹ്മണൻ, താഴോട്ട് വൈശ്യരോ ക്ഷത്രിയരോ ശൂദ്രരും ഈഴവരും സുറിയാനി ക്രിസ്ത്യാനികളും ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അധസ്ഥിതർ. അങ്ങനെ ഒരു ഘടനയായിരുന്നു പണ്ട്. ഈ ഘടന മാറി ഒരു ഡൈനമിക് സൊസൈറ്റിയായി മാറിയത് ഈ സാമൂഹ്യ പരിവർത്തനം കൊണ്ടാണ്. അടിമത്തം ഒരു യഥാർത്ഥ മുഖം അവതരിപ്പിക്കുകയാണ്. അടിമത്തത്തിൻ്റെ യഥാർത്ഥമായ മുഖം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മിഷണറി ചരിത്രം വായിക്കണം. കാരണം അതത് സമയത്ത് ഈ പുസ്തകത്തിനൊരു അവാർഡ് ലഭിച്ചു. കേദാമോ ഏറ്റവും മികച്ച സാമൂഹ്യശാസ്ത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് സി അച്യുതമേനോൻ ഫൗണ്ടേഷൻ തന്നു. അപ്പോൾ അവരെ എഴുതിയിരിക്കുന്ന പ്രശസ്തി പത്രത്തിൽ എഴുതിയിരിക്കുന്നത് അതത് സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അതത് കാലത്ത് എഴുതിയിരിക്കുന്ന റെക്കോർഡുകൾ മാത്രം അവലംബമാക്കിക്കൊണ്ട് എഴുതിയ പുസ്തകമാണിതെന്നാണ്. അതുകൊണ്ട് അവാർഡ് അവർ തന്നത്. അതുകൊണ്ട് അടിമത്തത്തിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതത് സമയത്ത് 1818 മുതലോ അതിനുശേഷമോ എഴുതിയ മിഷണറി റെക്കോർഡുകൾ നമ്മൾ പരിശോധിക്കണം. അടിമത്തത്തിൻ്റെ യഥാർത്ഥ മുഖം ചരിത്ര രേഖകളിൽ കുറേയൊക്കെ കാണാം. വളരെ ദയനീയമായിരുന്നു അവരുടെ ജീവിതം. മിഷണറി രേഖകളിൽ അതിൻ്റെ തീവ്രത കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. മനുഷ്യർ എന്നതിനേക്കാൾ മനുഷ്യരൂപമുള്ള മൃഗങ്ങൾ എന്ന നിലയിലാണ് മറ്റുള്ളവർ അവരെ കരുതിയിരുന്നത്. ഏതാനും ഉദാഹരണങ്ങൾ, ചുരുക്കം ഉദാഹരണങ്ങൾ മാത്രം. കന്നുകാലികളെപ്പോലെ ക്രയവിക്രയം ചെയ്തു വരുന്ന അടിമകളുടെ അവകാശാധികാരങ്ങൾ പൂർണ്ണമായും ഉടമകൾക്കായിരുന്നു. കന്നുകാലികളെക്കാൾ കഷ്ടതരമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. പല സ്ഥലങ്ങളിലും അവരുടെ വില പലതരത്തിലായിരുന്നു. ഉൾനാടുകളിൽ കായികശേഷിയുള്ള നല്ലൊരു അടിമയുടെ വില 6 രൂപയായിരുന്നു. മല്ലപ്പള്ളിയിൽ ഇത് 8 രൂപയോളം വരും എന്ന് 1850 റവറൻ ജോർജ് മാത്തൻ എഴുതിയിരിക്കുന്നു. അടിമ വ്യാപാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിന്നിരുന്നു. മിഷണറി രേഖകളിൽ മിഷണറി ഇൻ്റലിജൻസർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ മിഷണറി രേഖകൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ കോപ്പികൾ ലഭ്യമല്ല. അതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് CMS കോളേജിൽ മാത്രമാണ് ഇന്ത്യയിൽ. സറാംപൂരിലൊക്കെ കുറച്ച് കാണും. പിന്നെ ബ്രിട്ടീഷ് ലൈബ്രറിയിലും സാറ് പോയിട്ടുള്ള ബാബു വർഗീസ് സാർ ഉപയോഗിച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. അതിന് ഈ മിഷണറി രേഖകളിൽ മിഷണറി രജിസ്റ്റർ, മിഷണറി ഇൻ്റലിജൻസർ, ചർച്ച് മിഷണറി റെക്കോർഡ്, മദ്രാസ് ചർച്ച് മിഷണറി റെക്കോർഡ്, ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ഡയോസൻ മാഗസിൻ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിൽ മിഷണറി ഇൻ്റലിജൻസർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അന്നത്തെ സ്ലേവ് ട്രേഡിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ സ്ലേവ് ട്രേഡ്, ക്യൂബൻ സ്ലേവ് ട്രേഡ്, കപ്പലിൽ ആ മൃഗങ്ങളെപ്പോലെ അടിമകളെ കയറ്റിക്കൊണ്ടുപോയി കച്ചവടം ചെയ്യുക, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇൻ്റലിജൻസിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പികളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട്. മൃഗങ്ങളോട് പോലും ചെയ്യാത്ത ക്രൂരത അടിമകളോട് ചെയ്തപ്പോൾ 1821 ചർച്ച് മിഷണറി സൊസൈറ്റി അടിമത്ത നിരോധന സംഘടന ആൻറ്റി സ്ലേവറി സൊസൈറ്റിക്ക് രൂപം നൽകി. ഈ കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുക, അടിമകളെ ഇങ്ങനെ ചങ്ങലക്കിട്ട് കപ്പലെ കയറ്റി മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോവുക, വിൽക്കുക, അവരെ കൊല്ലുക, മൃഗങ്ങളോട് പെരുമാറുന്നതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ അവരോട് പെരുമാറുക. ഇതെല്ലാം കണ്ടപ്പോൾ മനുഷ്യസ്നേഹികളായ മിഷണറിമാർ അന്ന് CMS രൂപം കൊണ്ടിരുന്നല്ലോ, അവർ ഒരു സംഘടന രൂപീകരിച്ചു ഇതിനെതിരായിട്ട്. ആൻറ്റി സ്ലേവറി സൊസൈറ്റി, അടിമത്ത നിരോധന സംഘടന. അവർ ചില നിബന്ധനകളൊക്കെ വെച്ചു, അധികാരികളുടെ ഇടയിൽ പരാതിപ്പെട്ടു, കുറച്ചൊക്കെ പ്രയോജനം ചെയ്തു.
അടിമച്ചന്തകൾ കേരളത്തിൽ അവരെ വിൽക്കാമായിരുന്നു. എല്ലായിടത്തും ലോകം മൊത്തം അടിമകളെ വിൽക്കാമായിരുന്നുള്ള ചന്തകൾ കേരളത്തിലും ഉണ്ടായിരുന്നു. അടിമകളെ കമ്പോളങ്ങളിൽ പരസ്യമായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പതിവ് കേരളത്തിലുണ്ടായിരുന്നു. കൊല്ലവർഷം 847 ഒരു രേഖ ഉണ്ട്. ഒരുപാട് രേഖകളുണ്ട്. അതിലൊന്ന് കൊല്ലം 840 ഞാൻ വായിക്കുന്നില്ല. ഒരു കച്ചവടം, അടിമയെ കച്ചവടം ചെയ്ത് കൈമാറ്റം ചെയ്തപ്പോൾ എഴുതിയ രേഖയാണ് ആധാരം. കോട്ടയം, തിരുനക്കര, കൊച്ചി, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കായംകുളം, ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, കണിയാപുരം, പേട്ട, കോവളം തുടങ്ങിയ സ്ഥലങ്ങളിൽ അടിമച്ചന്തകൾ ഉണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പഴയ സമൂഹഘടനയിൽ അടിമകളുടെ സ്ഥാനം ഏറ്റവും താഴെത്തട്ടിലാണ്. ഏറ്റവും മുകളിൽ ബ്രാഹ്മണൻ, താഴോട്ട് വന്നൊരു കുറേ ജാതി കഴിഞ്ഞ് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജാതിയാണ് അടിമ. അതുകൊണ്ടാണ് അവരെ അടിത്തട്ടിൽ കിടക്കുന്നവൻ ഡൗൺ ട്രോഡൻ എന്ന് പറയുന്നത്. അടിത്തട്ടിലേക്ക് അവർ പോയതല്ല, അവരെ ചവിട്ടി താഴ്ത്തിയതാണ്. ഡൗൺ ട്രോഡൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചവിട്ടി താഴ്ത്തുക, ചവിട്ടി മെതിക്കുക എന്നാണല്ലോ. അപ്പോൾ അവരവിടെ എത്തിച്ചേർന്നതല്ല, എത്തിച്ചതാണ്. അവിടെയായിരുന്നു അവരുടെ കിടപ്പ്. യാതൊരു എഴുന്നേൽപ്പുമില്ല. കേരളത്തിലും അതുതന്നെ സ്ഥിതി. അടിമകൾക്ക് ആ കിടപ്പ് അവിടെ കിടക്കാം, അവിടെ കിടന്നവർ മരിക്കും. അങ്ങനെ ഇരിക്കെ ദൈവദൂതനെ പോലെ ഒരു ആള് തിരുവിതാംകൂറിൽ വന്നു. കേണൽ മൺട്രോ. അദ്ദേഹം മെക്കാളെ മരിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് സ്ഥാനഭ്രഷ്ടനായതിനു ശേഷം മദ്രാസിലെ ഒരു ബ്രിട്ടീഷ് റെജിമെൻറ്റിൻ്റെ പട്ടാള മേധാവിയായിരുന്നു കേണൽ മൺട്രോ. വളരെ ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഭാഗ്യം കൊണ്ട് കേരളത്തിന് ഒരു റെസിഡൻ്റായിട്ട് ലഭിച്ചു. 1810 ഒക്ടോബർ 10 സ്കോട്ട്ലൻഡുകാരനായ കേണൽ ജോൺ മൺട്രോയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂർ ദിവാനായി നിയമിച്ചത് മുതൽ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സംഭവങ്ങളുടെ ചുരുക്കം പറയുകയാണ്. 1810 നവംബറിൽ ബാലരാമവർമ്മ മഹാരാജാവ് 29-ാം വയസ്സിൽ മരണമടഞ്ഞു. പകരം 20 വയസ്സുള്ള റാണി ഗൗരി ലക്ഷ്മിഭായി ഭരണമേറ്റു. ദുസ്വാതന്ത്ര്യക്കാരനായ ഉമ്മണിത്തമ്പിയെ പിരിച്ചുവിട്ട് റാണി കേണൽ മൺട്രോയെ ദിവാൻ്റെ ചുമതല കൂടി ഏൽപ്പിച്ചു. റാണി ഗൗരി ലക്ഷ്മിഭായി മൺട്രോയുടെ സത്യസന്ധത കണ്ടിട്ട് അദ്ദേഹത്തെ ദിവാൻ്റെ ചുമതല കൂടി ഏൽപ്പിച്ചു. അതൊരു ഭാഗ്യമായി. 1812 മുതൽ 1818 വരെ മൺട്രോ കൊച്ചിയുടെയും ദിവാനായിരുന്നു, ഇവിടുത്തെയും ദിവാനായിരുന്നു 6 കൊല്ലം. അതുകൊണ്ട് കൂടുതൽ അധികാരം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ മൺട്രോയ്ക്ക് ഭാഗ്യം കൊണ്ട് നല്ലൊരു മനുഷ്യനിവിടെ ഭരണാധികാരിയായിട്ട് വന്നു. അദ്ദേഹം ലോ ചർച്ചുകാരനായിരുന്നു, അതീവ ഭക്തനായിരുന്നു. അദ്ദേഹം ഇവിടെ ദിവാനായിട്ട് റെസിഡൻ്റായിട്ട് വന്നു. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ദിവാനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ആദ്യമായിട്ടൊരു ബ്രിട്ടീഷുകാരൻ ദിവാനായിട്ട്. ദിവാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാലിയത്തച്ഛനൊക്കെ ആയിരുന്നല്ലോ ഇവിടുത്തെ ദിവാൻ. അതുപോലെ തിരുവിതാംകൂറിലെ പക്കാ ബ്രാഹ്മണരായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അഴിമതിയൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഈ റാണിയും ഇവിടുത്തെ രാജാവും ഇദ്ദേഹത്തെ ദിവാനാക്കിയത്. കൂട്ടത്തിൽ പറയട്ടെ, ഈ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ സാമൂഹ്യ പരിവർത്തനത്തിൽ പങ്കുവഹിച്ച ഒരു മിഷണറിമാർ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെ ഭരണാധികാരികളുമുണ്ട്. ഈ മൺട്രോ അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, ഭരണാധികാരി എന്നുള്ള നിലയിൽ. അതുകൂടാതെ നമ്മുടെ ഈ കൊച്ചി രാജാവും തിരുവിതാംകൂറിലെ ഭരണാധികാരികളായിരുന്ന രാജാക്കന്മാരും നല്ലവരായിരുന്നു, സാത്വിക മനുഷ്യരായിരുന്നു. അവർ ഈ ഇവിടെ മിഷണറിമാർ പ്രവർത്തിക്കുവാനും മൺട്രോയെ ദിവാന ആക്കുക മാത്രമല്ല, മിഷണറിമാർക്ക് പ്രവർത്തിക്കുവാനും ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാനും പള്ളികൾ വയ്ക്കുവാനും സ്കൂളുകൾ ഉണ്ടാക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? അവർ സഹായിച്ചില്ലേ സാമ്പത്തികമായിട്ട്? കോട്ടയം കോളേജ് ഉണ്ടായത് എങ്ങനെയാണ് പറഞ്ഞാൽ ഇത് അവസാനിക്കത്തില്ല. റാണി ലക്ഷ്മിഭായി മരിച്ചുപോയി കഴിഞ്ഞ് റാണി പാർവതിഭായി 13-ാം വയസ്സിൽ കേരളത്തിൻ്റെ രാജ്ഞിയായി, ഭരണാധികാരിയായി. ആ സമയത്ത് മൺട്രോ ആയിരുന്നല്ലോ ദിവാൻ. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന 18 ലക്ഷം രൂപ കടം അദ്ദേഹം വീട്ടി.
അവിടെ ആദ്യമായിട്ട് ഖജനാവിൽ മിച്ചം വന്നു. ഏതാണ്ട് കുറേ 18 ലക്ഷം രൂപ, 21 ലക്ഷം രൂപ. 21 ലക്ഷം രൂപ 21,200,000 രൂപ ആ ബ്രിട്ടീഷുകാരുടെ കമ്പനിക്കാരുടെ കടം വീട്ടിക്കഴിഞ്ഞ് ഖജനാവിൽ അധികം വന്നപ്പോൾ റാണി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അത് മൺട്രോയ്ക്ക് സമ്മാനമായിട്ടിരിക്കട്ടെന്ന്. മൺട്രോ ഇതെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, കോട്ടയത്ത് സുറിയാനിക്കാർക്കൊരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദ സിറിയൻസ് ആർ ഇല്ലിറ്ററേറ്റ് ആൻഡ് പുവർ എന്ന് അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ടവരല്ലയോ? സുറിയാനിക്കാരെല്ലാം വെറും പാവപ്പെട്ടവരാ, എല്ലാം നിരക്ഷരരാ. അവർക്കൊരു കോളേജോ സ്കൂളോ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ റാണി ഈ 21,200 രൂപ ഈ കോളേജ് ഉണ്ടാക്കാനായിട്ട് കൊടുത്തു കോട്ടയത്ത്. കൂടാതെ 14 ഏക്കർ സ്ഥലവും കൊടുത്തു. അത് ആ CMS കോളേജിൻ്റെ ആരംഭം. ഇന്ന് പഴയ സെമിനാരിൽ ഇരിക്കുന്ന സ്ഥലമാണെന്നേ ഉള്ളൂ. അന്ന് 21,000 രൂപയായി കൊടുത്തോളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ രൂപയുടെ വില കൂടെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഈ സായിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു ആഡ് 2 രൂപയേ ഉള്ളൂ, ഒരു കാളയ്ക്ക് 10 രൂപയേ ഉള്ളൂ. അപ്പോൾ 21,200 രൂപയ്ക്ക് എന്ത് ആടിനെ കിട്ടും? അതാ വലിയൊരു തുക കൊടുത്തു. മൺട്രോയുടെ പരിഷ്കാരങ്ങൾ. ദിവാൻ മൺട്രോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് NK ജോസ് എഴുതിയതാണ്. C കേശവനാണ് ഏറ്റവും അധികം മൺട്രോയെക്കുറിച്ച് പഠിച്ചെഴുതിയിരിക്കുന്നത്. മൺട്രോയാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൺട്രോയുടെ പരിഷ്കാരങ്ങൾ ചുരുക്കം പറയാം. അദ്ദേഹം കേരളത്തിലെ ഈ പ്രാകൃതമായിട്ടുള്ള നിയമ സംവിധാനം ജുഡീഷ്യറി മാറ്റി പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തി ബ്രിട്ടീഷ് മാതൃകയിൽ 8 സബ് കോടതികളും ഒരു വലിയ ഉയർന്ന കോടതിയും ആരംഭിച്ചു. 1812 ഡിസംബർ 6 അടിമക്കച്ചവടം നിർത്തലാക്കി. മൺട്രോ അടിമക്കച്ചവടം. ഒരുപാട് മൺട്രോയെക്കുറിച്ച് ഒരുപാട് എഴുതാനുണ്ട്. എല്ലാവർക്കും വീട് ഓടി മേയാനുള്ള അവകാശം നൽകി. കച്ചവടം, എല്ലാവർക്കും കച്ചവടം ചെയ്യാനുള്ള അവകാശം കൊടുത്തു. തൊഴിൽ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എല്ലാവർക്കും കച്ചവടം ചെയ്യാനും ഓടിടാനും ഒന്നും സാധിക്കില്ലായിരുന്നു. സ്വർണ്ണാഭരണം ധരിക്കാൻ എല്ലാവർക്കും അവകാശമില്ലായിരുന്നു. അതിനുള്ള അവകാശം എല്ലാം കൊടുത്തു. കേരളത്തെ ഒരു ഡൈനമിക് സൊസൈറ്റിയാക്കി. സ്റ്റാറ്റിക് സൊസൈറ്റി എന്നുള്ള നിലയിൽ നിന്ന് കേരളത്തെ ഒരു ഡൈനമിക് സൊസൈറ്റിയാക്കി മാറ്റുവാനുള്ള ആരംഭമെല്ലാം കുറിച്ചത് മൺട്രോയാണ്. അങ്ങനെയാണ് ഡൈനമിക് സൊസൈറ്റി വളർന്നുകൊണ്ടിരിക്കും, സ്റ്റാറ്റിക് സൊസൈറ്റി അവിടെ ഇരിക്കും. പിന്നെ മൺട്രോയുടെ ഇതൊരു ആമുഖം മാത്രമാണ്. നമുക്കിവിടെ യഥാസ്ഥിത അവരുടെ പരിവർത്തനമാണ്. അദ്ദേഹം മിഷണറിമാരെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും സവർണ വിഭാഗത്തിലെ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും പ്രത്യേകം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം എല്ലാവർക്കും പാടില്ല, സവർണരായിട്ടുള്ളവർക്ക് മാത്രമേ പാടുള്ളൂ. അത് ഓരോ ജാതിക്കും പ്രത്യേകമാണ്. ഗുരുകുലങ്ങളാണ്. അവിടെ പോയി പഠിക്കും. ബ്രാഹ്മണന്, ക്ഷത്രിയന്, നായർക്ക്, ഈഴവർക്ക് പാടില്ല. താഴോട്ടുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആകാം, പക്ഷേ 1,300,000 പേർക്ക് വിദ്യാഭ്യാസമുള്ളൂ, എഴുതാനും വായിക്കാൻ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു കൂടിയിരുന്ന് പഠിക്കാവുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതാ മൺട്രോ ഇവിടെ ആവിഷ്കരിച്ചത്. ഇപ്രകാരം ഒരു സമൂഹഘടന ഇളക്കി ചലനാത്മകമായ പുതിയൊരു സമൂഹം, ഡൈനമിക് സൊസൈറ്റി സൃഷ്ടിക്കുന്നതിന് പ്രവർത്തിച്ച ഏറ്റവും ശക്തമായ മിഷണറി ആയിരുന്നു പാശ്ചാത്യ മിഷണറിമാർ നടപ്പിലാക്കിയ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാറ്റിക് സൊസൈറ്റിയെ, നിശ്ചല സമൂഹത്തെ ഇളക്കി അതൊന്ന് മാറ്റി അതിനെ ഒരു ഡൈനമിക് സൊസൈറ്റി ആയിട്ട് പണിയുവാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, അതിൻ്റെ പണിശാല ക്ലാസ് മുറിയായിരുന്നു, സ്കൂളായിരുന്നു. മൺട്രോ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ രീതിയിലുള്ളതിലായിരുന്നില്ല. അദ്ദേഹം ഈ നടപ്പാക്കിയ വിദ്യാഭ്യാസം സമ്പ്രദായം എല്ലാവർക്കും വന്ന് പഠിക്കാം, ജാതിയോ മതമോ അവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പാശ്ചാത്യ രീതിയിൽ ക്ലാസ് മുറിക്കകത്ത് വന്നിരിക്കുന്ന പഠിക്കും. പക്ഷേ ഇവിടെ സാധിക്കത്തില്ലായിരുന്നു, അയിത്തമുണ്ടായിരുന്നതുകൊണ്ട് നായരും നമ്പൂതിരിയുടെ അടുത്തുനിന്ന് 12 അടി മാറി ഇരിക്കണം നായർ. നായരുടെ അടുത്തു നിന്ന് 36 അടി മാറി നിൽക്കണം ഈഴവൻ. 96 അടി മാറി നിൽക്കണം
പറയൻ, പുലയൻ, ഇവരൊക്കെ. അപ്പോൾ പിന്നെ എങ്ങനെ ക്ലാസ് മുറിക്കകത്ത് വരുന്നത്? പക്ഷേ മൺട്രോ പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഇവിടെ പഠിക്കാൻ ആർക്ക് താല്പര്യമുണ്ടോ അവർക്ക് ക്ലാസ് മുറിക്കകത്ത് വന്നിരിക്കാം. അപ്പം നമ്മുടെ ഈ ഡൈനമിക് സൊസൈറ്റിയുടെ ആരംഭം ക്ലാസ് മുറിക്കകത്താണ്. കോട്ടയത്ത് ഗ്രാമർ സ്കൂളും കോളേജും ആരംഭിച്ചു സെപ്പറേറ്റായിട്ട്. അവിടെ കോളേജിൽ കുറച്ച് ഉന്നത വിദ്യാഭ്യാസമാണ്. ഗ്രാമർ സ്കൂളിൽ അവിടേക്കുള്ള പ്രിപ്പറേറ്ററി ക്ലാസ്സാണ്. അവിടെ ആദ്യം സുറിയാനിക്കാർ, പിന്നെ നായന്മാർ വന്ന് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. അതാണ് ആദ്യത്തെ ഡൈനമിക് സൊസൈറ്റി. ഒരു ന്യൂക്ലിയർ സൊസൈറ്റി അവിടെ രൂപം കൊണ്ടു. അതായത് ക്ലാസ് മുറിക്കകത്ത് നായരും ക്രിസ്ത്യാനിയും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു, ആദ്യ സംഭവം. കുറേ കാലം കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിയും ഈഴവനും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി കാലം കഴിഞ്ഞപ്പോൾ നായരും ക്രിസ്ത്യാനിയും ഈഴവനുമായി ഒന്നിച്ച് പഠിക്കാൻ ഒരു മൈക്രോ സൊസൈറ്റി, ഡൈനമിക് സൊസൈറ്റി. അങ്ങനെ വളർന്നാണ് നമ്മുടെ ഈ സമൂഹം. ഇന്ന് ജാതി നോക്കാനൊന്നുമില്ല, എല്ലാവർക്കും ഒരു ക്ലാസ് മുറിക്കകത്ത് വന്നിരുന്ന് പഠിക്കാം. അതിന് തുടക്കം മൺട്രോയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജാതി, മത, വർണ്ണ, വർഗ്ഗ വ്യത്യാസം നോക്കാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആദ്യമായി പരിശ്രമിച്ചത് ഡാനിഷ് മിഷണറിയായ ഡോക്ടർ ജോൺ ആയിരുന്നു. ഇത് ഇവിടെ തുടങ്ങിയതല്ല. മദ്രാസിൽ മിഷണറി ആയിരുന്ന ഡോക്ടർ ജോൺ ഡാനിഷ് മിഷണറി, അദ്ദേഹം 1792 തഞ്ചാവൂരിൽ മിഷണറിയായി വന്നു. അവിടെയുള്ള ബാലികാ ബാലന്മാരുടെ നിരക്ഷരതയും അജ്ഞതയും ദാരിദ്ര്യവും കണ്ട് ഡോക്ടർ ജോൺ ഏതാനും കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ചു. ഡാനിഷ് മിഷൻ്റെ സഹായത്തോടെ കൂടുതൽ സ്കൂളുകൾ ആരംഭിച്ച് 1813 ഡോക്ടർ ജോൺ അന്തരിച്ചു. അപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മൺട്രോ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മദ്രാസിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് ഈ ഡാനിഷ് മിഷണറിയായ ഡോക്ടർ ജോണുമായി പരിചയപ്പെടുകയും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊള്ളാമല്ലോ, പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാവർക്കും ഒരുമിച്ചിട്ട് പഠിക്കും, അങ്ങനെ നമുക്ക് തുടങ്ങണം എന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടു കാണും. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് CMS, ഈ ഡാനിഷ് മിഷണറിയായ ജോൺ മരിച്ചപ്പോൾ ആ സ്കൂളുകളെല്ലാം 10-13 സ്കൂളുണ്ടായിരുന്നു. CMS മിഷണറി ആയിരുന്ന റവറൻഡ് ഷ്നാർ ഏറ്റെടുത്തു. അതുപോലെ റേനിയസ് എന്ന് പറയുന്ന മിഷണറി തരംഗമ്പാടില്ല, തമിഴ്നാട്ടിൽ ഒരുപാട് സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അവിടെ വന്നേ സ്കൂൾ ആരംഭിച്ചു. ഇതെല്ലാം ഫ്രീ സ്കൂളുകൾ എന്നുള്ള പേരിലായിരുന്നു. റാണി പാർവതിഭായ് മൺട്രോയുടെ ദിവാനായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ കുറേ സ്കൂളുകൾ ആരംഭിക്കണം, എല്ലാവർക്കും നാട്ടുകാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ റാണി അത് അംഗീകരിച്ചു. മൺട്രോ എന്ത് പറഞ്ഞാലും റാണി അംഗീകരിക്കും. അങ്ങനെ 4 സ്കൂളുകൾ ആരംഭിച്ചു. സർക്കാരിൻ്റെ കീഴിൽ ആദ്യം സ്കൂൾ ആരംഭിച്ചു 1814. അത് ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, കൽക്കുളം എന്നിവിടങ്ങളിൽ ആയിരുന്നു കായംകുളം സ്കൂൾ ആരംഭിച്ചത്. സർക്കാരിൻ്റെ ചെലവിൽ അധ്യാപകരെ നിയമിച്ച് ശമ്പളം കൊടുത്ത് ഈ സ്കൂൾ ഇങ്ങനെ നടന്നു പോന്നു. പക്ഷേ മൺട്രോ 1819 ദിവാൻ പദവി ഉപേക്ഷിച്ച്, റെസിഡൻ്റ് പദവി ഉപേക്ഷിച്ച് അദ്ദേഹം തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ സ്കൂൾ അങ്ങ് നിർത്തി. മൺട്രോ പോയി കഴിഞ്ഞ് ഈ സ്കൂൾ നിർത്തിക്കളഞ്ഞു. പിന്നെയാണ് CMS മിഷണറിമാർ സ്കൂളുകൾ ആരംഭിക്കുന്നത്. CMS മിഷൻ്റെ ആരംഭം, ഈ CMS മിഷൻ്റെ ആരംഭം തന്നെ മൺട്രോ കാരണക്കാരനാണല്ലോ. ഫൗണ്ടർ ഓഫ് CMS മിഷൻ ഈസ് കേണൽ മൺട്രോ എന്നെഴുതി വെച്ചിട്ടുണ്ട്. കേണൽ മൺട്രോ റെസിഡൻറ്റും ദിവാനും ആയിരുന്നപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസവും ആധ്യാത്മികമായ അഭിവൃദ്ധിക്ക് വേണ്ടി കോട്ടയത്ത് ഒരു കോളേജ് ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി റാണി ലക്ഷ്മിഭായ് കോട്ടയത്ത് മീനച്ചിലാറ്റിൻ്റെ തീരത്ത് 14 ഏക്കർ സ്ഥലവും 21,200 രൂപയും സൗജന്യമായി നൽകി കോളേജ് നടത്തിക്കൊണ്ട് പോകുവാൻ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ സഹായം അഭ്യർത്ഥിച്ചു. CMS മിഷണറിമാരിവിടെ വരാനുള്ള കാരണം ഈ കോളേജാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഉള്ളിലൊരു വിചാരം ഉണ്ടായിരുന്നു, CMS മിഷണറിമാരെ ഇവിടെ കൊണ്ടുവരണം. പക്ഷേ നേരിട്ട് കൊണ്ടുവരാൻ പറ്റിയല്ല, അതിനെന്തെങ്കിലും ഒരു ഉപാധി വേണ്ടേ, അതിനായി കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ കോളേജിൻ്റെ പ്രിൻസിപ്പലും അധ്യാപകരുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുവാൻ കുറച്ച് ഇംഗ്ലീഷുകാരെ ആവശ്യമുണ്ടായിരുന്നു. അത് സാധിച്ചു. ആദ്യം നോർട്ടൺ വന്നു. അദ്ദേഹത്തെ CMS മിഷൻ നിയമിച്ചത് സിലോണിലേക്കാണ്. പക്ഷേ അദ്ദേഹത്തെ സിലോണിൽ ചെന്നപ്പോൾ മൺട്രോയുടെ പ്രേരണയാൽ തിരിച്ചു വിളിച്ചു തിരുവിതാംകൂറിലേക്ക് വരാൻ. മൺട്രോ 1816 മെയ് 8 കൊച്ചിയിൽ വന്നു. മൺട്രോ ആലപ്പുഴ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു. അവിടെ അദ്ദേഹം കുറേ സ്കൂളുകൾ സ്ഥാപിച്ചു. മൺട്രോ 10-12 സ്കൂളുകൾ സ്ഥാപിച്ചു. ആ സ്കൂളിൽ ആദ്യം സ്ഥാപിച്ച സ്കൂളിലായിരുന്നു
ഫെബ്രുവരി 9 കേരള ചരിത്ര കോൺഗ്രസ് എൻ്റെ സമ്മേളനം നടന്നത്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ബാബു വർഗീസ് സാറ് ഉഗ്രനായിട്ടുള്ളൊരു പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ പഴയ കേരളത്തിലെ ആദ്യത്തെ സ്കൂളിൽ അതിപ്പോഴും ഉണ്ട്. ഇനി നമുക്ക് അധസ്ഥിത ഉദ്ധാരണത്തിലേക്ക് കടക്കാൻ ഇതിൻ്റെ ആമുഖം കഴിഞ്ഞു. അധസ്ഥിത ഉദ്ധാരണത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തിരുവിതാംകൂറിലേക്ക് CMS മിഷണറിമാരെ അയച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം സുറിയാനി സഭയെ നവീകരിക്കുക, മിഷൻ ഓഫ് ഹെൽപ്പ് എന്നതായിരുന്നുവെങ്കിലും അവരുടെ ശ്രദ്ധ വളരെ വേഗം അധസ്ഥിത ജനവിഭാഗത്തിലേക്ക് തിരിഞ്ഞു. ഈഴവർ മുതൽ താഴേക്കുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ജീവിതം ദയനീയമായിരുന്നു. അവർക്കാർക്കും വിദ്യാഭ്യാസം പാടില്ലായിരുന്നു. അവർ അയിത്തമുള്ളവരായിരുന്നു. പൊതുവഴിയിൽ കൂടി നടക്കാൻ അനുവാദമില്ലായിരുന്നു. സ്ത്രീകൾക്ക് മറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. പശുവിനെ വളർത്തുവാനും പാല് കുടിക്കുവാനും ഈഴവർ മുതൽ താഴോട്ടുള്ളവർക്ക് അനുവാദമില്ലായിരുന്നു. അരുത് പാടില്ല ഇതായിരുന്നു ഇവിടെ കൂടുതൽ. വഴി നടക്കാൻ പാടില്ല, പാല് കുടിക്കാൻ പാടില്ല, പശുവിനെ വളർത്താൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള അരുതുകളായിരുന്നു ഇവിടെ. അതൊരു ഡൈനാമിക് സൊസൈറ്റിക്ക് ചേരുന്നതിൽ അതാ സ്റ്റാറ്റിക്കായി പോയത്. കേരളത്തിൽ വന്ന ആദ്യ മിഷണറിമാരെ അടിമകളുടെ അവസ്ഥ ഏറെ വേദനിപ്പിച്ചു. ഈ അടിമകൾ ഇവിടെ കിടന്നുകൊണ്ട് മൃഗങ്ങളെപ്പോലെ പണിയെടുക്കുകയും അവർക്ക് യാതൊരു വിധമായ പരിഗണനയും ലഭിക്കാതിരിക്കുകയും വഴി കിടന്ന് മരിക്കുകയും ഇങ്ങനെ അവരുടെ ജീവിതം നരകതുല്യമായിരുന്നതിനെക്കുറിച്ച് മിഷണറിമാർ കണ്ടു. 1816 തന്നെ ബെയ്ലിയും വന്നല്ലോ, 19 ബേക്കർ വന്നല്ലോ. ഒന്നാം തരം ഇംഗ്ലണ്ടിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നല്ലോ ബേക്കർ. ഇവരാരും ദരിദ്രരൊന്നും അല്ലായിരുന്നു. ബേക്കർ കൊണ്ടുവന്ന പണം ഇമ്മൻസ്ലി റിച്ചായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു അദ്ദേഹം. ആ പണം ഇവിടെ കൊണ്ടുവന്നാണ് കോട്ടയത്ത് ഒരുപാട് വസ്തുക്കൾ വാങ്ങിച്ചു. കോട്ടയത്ത് ബംഗ്ലാവ് പണിതു. സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അദ്ദേഹം പലയിടങ്ങളിലും സ്ഥലം മേടിച്ച് സ്കൂളുണ്ടാക്കി. അതാ ബേക്കർ. സ്കൂളിൻ്റെ എല്ലാം ചുമതല അദ്ദേഹത്തിനായിരുന്നു. ബേക്കർ വസ്തു വാങ്ങിച്ചതിൻ്റെ എല്ലാം ആധാരം കോട്ടയത്ത് ഇരിപ്പുണ്ട്, ഓലയിൽ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ വന്ന ആദ്യ മിഷണറിമാരെ ഈ അടിമകളുടെ അവസ്ഥ വളരെ വേദനിപ്പിച്ചു. 1818 തന്നെ അവർ CMS മിഷൻ്റെ ഇംഗ്ലണ്ടിലെ ഓഫീസിലേക്ക് എഴുതി. അവർ അപ്പോൾ അല്ലാതെ ഈ അധസ്ഥിതരുടെ ഉദ്ധാരണം 1850-ലോ 60-ലോ ഒന്നും തുടങ്ങിയതല്ല. 1818 അന്ന് മിഷണറിമാർ വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ. ആകപ്പാടെ 3 മിഷണറിമാരേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഇവരുടെ ശ്രദ്ധ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ പതിഞ്ഞു. എഴുതിയിരിക്കുകയാണ്, സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ഈ സഹോദരങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ഇവിടെയുള്ള ഇവിടെയുള്ള നോർട്ടനും ബെയ്ലിയും ബേക്കറും ഇംഗ്ലണ്ടിലെ ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് എഴുതി. ഇതിന് കൂടുതൽ മിഷണറിമാരിവിടെ വരണം, ഇവരെ ഉദ്ധരിക്കണം. ഓട്ട് ടു ബി അപ്ലിഫ്റ്റഡ് എന്നാണ് പറയുന്നത്. അവരെ ഉദ്ധരിച്ചേ പറ്റൂ, നിങ്ങളുടെ കടമയാണ്. മിഷണറിമാർക്ക് CMSൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണപ്രദേശങ്ങളിൽ എല്ലായിടത്തും അടിമത്തം അവസാനിപ്പിക്കുന്നതിനും ക്രമേണ അടിമത്തം ലോകത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനും CMSൻ്റെ കമ്മിറ്റി ലണ്ടനിൽ പ്രതിജ്ഞയെടുത്തു. അടിമത്തം ക്രിസ്തീയതയ്ക്കെതിരാണെന്ന് ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാൻ തീരുമാനമെടുത്തു. അവർ ആ CMS മിഷൻ അതിൻ്റെ കേന്ദ്ര ഓഫീസിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റി ഇംഗ്ലണ്ടിൽ ഒരു തീരുമാനമെടുത്തു. ലോകത്തിൽ നിന്ന് തന്നെ ഈ ശപിക്കപ്പെട്ട ഈ കാര്യം അടിമത്തം തുടച്ചു നീക്കണം. അപ്പം CMS അത് ശരിയാണോ? കേരളത്തിൻ്റെ സർവ്വവിജ്ഞാന കോശത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുകയാണ്, ലോകമെങ്കും അടിമത്തം നിലനിന്നിരുന്നു. ക്രിസ്തു മതത്തിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ് അടിമ സമ്പ്രദായം തന്നെ ഇല്ലാതാക്കണമെന്ന് ആദ്യമായി വാദിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ അടിമവിരുദ്ധ പ്രസ്ഥാനം രൂപം കൊണ്ടു, ആൻറ്റി സ്ലേവറി സൊസൈറ്റി. 18-ാം നൂറ്റാണ്ടിൽ പ്രചാരം നേടി. മിഷണറി സംഘടനകൾ അടിമത്ത നിരോധനം അവരുടെ ആദർശത്തിൻ്റെ ഭാഗമാക്കി. CMS LMS മിഷണറിമാർ അടിമത്തത്തിനെതിരായി ഐക്യത്തോടെ നിലകൊണ്ടു. അടിമത്തം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് അവർ തന്നെ മാതൃക കാണിച്ചു. ആദ്യത്തെ അടിമ വിമോചനം ആദ്യം. അപ്പോൾ ഈ അടിമകളെ ഇതൊക്കെ പറഞ്ഞെങ്കിലും അടിമ കച്ചവടം നിർത്തി, നിയമപരമായിട്ട് നിർത്തിയെങ്കിലും അടിമക്കച്ചവടം വീണ്ടും തുടർന്നു. പിന്നെ അടിമത്തം തന്നെ നിർത്തലാക്കുക, അടിമ സമ്പ്രദായം വേണ്ട, അതുകൊണ്ട് അത് സർക്കാരിനോട് പറഞ്ഞിട്ടൊന്നും ഏറ്റില്ല. അപ്പോൾ 1835 കോളേജിൻ്റെ കോട്ടയം CMS
കോളേജിൻ്റെ ചെലവിന് വേണ്ടി റാണി പാർവതിഭായി മൺട്രോത്തുരുത്തിൽ 2000 ഏക്കർ സ്ഥലം ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായ ഫെന്നിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അതിന് ആധാരത്തിൻ്റെ കോപ്പി ഇതിനകത്തുണ്ട്. ഈ കോളേജിൻ്റെ ചരിത്രത്തിനകത്ത് ഈ മൺട്രോത്തുരുത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി ഉണ്ട്. അങ്ങനെ എഴുതി കൊടുത്തു. അവിടെ ഈ മൺട്രോത്തുരുത്തിൽ 2000 ഏക്കർ എന്ന് പറഞ്ഞ മുഴുവൻ കരയല്ല, കൂടുതലും വെള്ളമാണ്. അവിടെയുള്ള 100 ചില്ലുവാൻ അടിമകളുണ്ടായിരുന്നു. ഈ വസ്തു വാങ്ങുമ്പോൾ അവിടെയുള്ള അടിമകളെയും ഈ വാങ്ങുന്നയാളിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മൺട്രോത്തുരുത്തിലെ അടിമകളുടെ അവകാശം മിഷണറിമാർക്കാണ്. അവർ തീരുമാനിച്ചു, നിങ്ങൾ പ്രസംഗിച്ചാൽ പോരല്ലോ, പ്രവൃത്തിയിലും വേണമല്ലോ എന്ന് വിചാരിച്ച് അവർ 1830 അവർ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടായില്ല. അവിടെയുള്ള ചില ആളുകൾ ഇവരെയും അടിമകളെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇവർ പറഞ്ഞു ഇവർ റെക്കോർഡ് വേണം. അതുകൊണ്ട് 1835 ബെയിലിയും പീറ്റും തമ്മിൽ ഒപ്പിട്ട് ഒരു അടിമ വിമോചന കരാറുണ്ടാക്കി, രേഖയുണ്ടാക്കി. ഓരോ വീട്ടിലും ചെന്ന് അടിമയ്ക്ക് കൊടുത്തു, ഇനി മേലാൽ നിങ്ങൾ അടിമയല്ല, നിങ്ങൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാം, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂലി മേടിക്കാം, നിങ്ങളെ ആരും അടിമയാക്കി വെക്കത്തില്ലെന്ന് ഓരോ അടിമയ്ക്കും 100 പേർക്കും താളിയോലയിൽ പീറ്റും ബെയിലി ഒപ്പിട്ട പ്രമാണം കൊടുത്തു. അതായിരുന്നു ആദ്യത്തെ അടിമ വിമോചനം. മിഷണറിമാർ തന്നെ മാതൃക കാണിച്ചു കൊടുത്തു. 1838. അത് കേരള സാമൂഹിക പരിവർത്തനത്തിൽ അത് ചേർത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. മിഷണറിമാരുടെ അടിമ വിമോചന പോരാട്ടത്തിൽ 1847 സുപ്രധാന വർഷമാണ്. മിഷണറിമാരിങ്ങനെ അവരുടെ അടിമ വിമോചനം, അടിമ കച്ചവടം അല്ല, അടിമ വിമോചനം, അടിമത്തം തന്നെ വേണ്ട, അത് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഈ സമയത്ത് മിഷണറിമാർ വേറെ എന്തെല്ലാം സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തന്നെയൊന്നുമല്ല, അവർ അവിടെ കൂടെ വരാവുന്ന ആളുകളെല്ലാം ചേർത്ത് സ്നാനപ്പെടുത്തി പള്ളികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. CMS മിഷണർമാരും LMS മിഷണർമാരും ഒക്കെ. അപ്പോൾ എന്നിട്ടും ഈ സുറിയാനി ക്രിസ്ത്യാനികളും നായന്മാരും ഒക്കെ അടിമകളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിമകളെ കച്ചവടം ചെയ്യുന്നുണ്ട്. അടിമ കച്ചവടം നിർത്തിയെങ്കിലും അടിമകളെ വേണമെന്നുണ്ടെങ്കിൽ 6 രൂപ 18 രൂപ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അടിമ കച്ചവടവും ഇവിടെ തുടരുക. അപ്പോൾ CMS മിഷൻ ഒരു തീരുമാനമെടുത്തു. 1847 ഈ പള്ളികൾ പള്ളികളുണ്ടല്ലോ, CMSൻ്റെ പള്ളികളിൽ ആദ്യം സുറിയാനിക്കാർ മാത്രമൊന്നും അല്ലായിരുന്നു, ഒരുപാട് നായന്മാർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈഴവർ കൂട്ടത്തോടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രാഹ്മണരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ജാതിക്കാരും. പക്ഷേ ഈഴവരെ കയറ്റത്തില്ല. സുറിയാനി ക്രിസ്ത്യാനിയും നായരും ഒന്നിച്ച് പള്ളിയിൽ വരും. കൺവേർട്ട് ചെയ്തതിന് ശേഷം നായരും സുറിയാനി ക്രിസ്ത്യാനിയും പള്ളിയിലിരിക്കും. പക്ഷേ ഈഴവനെ സ്നാനപ്പെടുത്തി പള്ളിയിലോട്ട് കയറ്റാനായിട്ട് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ സമ്മതിക്കത്തില്ല. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. 1947 പറഞ്ഞ് അവരെ അടിമകളായിട്ടാണ്, അടിമകളെയും കയറ്റണം. അടിമകളെ സ്നാനപ്പെടുത്തി തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു CMSൻ്റെ CMS LMS മിഷണറിമാർ സംയുക്തമായിട്ടൊരു തീരുമാനം. 1, അടിമകളെ കച്ചവടം ചെയ്യുന്നത് അനുവദിക്കാതിരിക്കുക. 2, അടിമക്കച്ചവടം ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1843 വകുപ്പ് പ്രകാരം കുറ്റകരമായതിനാൽ അത് അംഗീകരിക്കുക. മറ്റ് ജാതിക്കാരെ പോലെ അടിമകൾക്കും വസ്തുക്കൾ സമ്പാദിക്കാനും കൈവശം വയ്ക്കാനും സ്വാതന്ത്ര്യം നൽകുക. പാരമ്പര്യമായ അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുക. 1847 4 CMS മിഷണറിമാരും 8 LMS മിഷണറിമാരും സംയുക്തമായി എല്ലാ വിധത്തിലുമുള്ള അടിമത്തവും ഇല്ലാതാക്കണമെന്ന് സർക്കാരിന് ഹർജി നൽകി. ബെഞ്ചമിൻ ബെയിലിയുടെ നേതൃത്വത്തിൽ 1947 ഇങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചുവെങ്കിലും വീണ്ടും ഈ കൺവെർട്ട് ചെയ്ത ഈഴവരോടുള്ള അയിത്തം ഉണ്ടായി. 1874 വീണ്ടും ഇത് ഒന്നുകൂടി പരിഷ്കരിച്ചു എന്നാണ് കാണുന്നത്. ഈ 1854 മദ്രാസ് ഗവൺമെൻറ് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ അടിമകളെ പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ടുള്ള നിയമം ഉടമ്പടി നടപ്പാക്കണമെന്ന് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരോട് ആവശ്യപ്പെട്ടു ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ചുരുക്കമായിട്ട് പറയാണ്. പിന്നീട് അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഈ അടിമത്തം കച്ചവടം നിർത്തി, അടിമത്തം നിരോധിച്ചു, ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അങ്ങ് തുടരുക. കച്ചവടവും ഉണ്ട്, അടിമത്തവും ഉണ്ട്, ഈ തുടർന്നുകൊണ്ട് ഇരുന്നപ്പം ഈ മിഷണറിമാർ ഒരു പുതിയ സിദ്ധാന്തം
തിയറി അവർ ഉണ്ടാക്കി. ജാതി നിഷേധ സിദ്ധാന്തം. ജാതിയെ വേണ്ട, അടിമത്തം വേണ്ടെന്ന് മാത്രം അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പറഞ്ഞു, ഈ ജാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഞങ്ങൾ കൂടി ജാതിക്കാരാ, ഞങ്ങൾക്ക് അയിത്തമില്ല, താണ ജാതിക്കാരനുള്ള അയിത്തമുണ്ട്. അപ്പം മിഷണറി പറഞ്ഞു തീരുമാനിച്ചു ഇവിടെ ജാതിയെ വേണ്ട. അപ്പം ഇവിടെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ ആരായിരുന്നു? ജാതി നിഷേധ സിദ്ധാന്തം, കാസ്റ്റ് നെഗേഷൻ തിയറി ഉണ്ടാക്കിയത് 1836 ശേഷം, അതായത് അതിൻ്റെ ചരിത്രം കാസ്റ്റ് നെഗേഷൻ തിയറി കേട്ടിട്ടുണ്ടാവും. ഇങ്ങനൊരു ഒരു തിയറി അവർ പ്രസിദ്ധീകരിച്ചു. ജാതി നിഷേധ ജാതിയെ വേണ്ട, പക്ഷെ ഇന്നും ജാതിയുണ്ട്. സൗകര്യപൂർവ്വം എല്ലാവരും ജാതി അന്വേഷിക്കുന്നുമുണ്ട്. ഞാൻ ഭാഗം ഒന്ന് വായിക്കുകയാണ്. 1836 മാവേലിക്കര സുനഹദോസിന് ശേഷം സുറിയാനി സഭ CMS മിഷനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. തുടർന്ന് മിഷണറിമാർ സ്വതന്ത്രമായി പ്രവർത്തിച്ചു തുടങ്ങി. റവറൻ പീറ്റ് മാവേലിക്കരയെയും റവറൻ ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തും റവറൻ ഹെൻറി ബേക്കർ സീനിയർ പള്ളത്തും മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അക്രൈസ്തവരുടെ ഇടയിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിച്ചു. നായർ സമുദായത്തിൽ നിന്ന് ചുരുക്കം പേരും ഈഴവ സമുദായത്തിൽ നിന്ന് ധാരാളം പേരും മിഷനിൽ ചേരുകയും സ്നാനപ്പെടുകയും ചെയ്തു. ഭൂരിഭാഗം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഈഴവ സമുദായത്തിൽ നിന്ന് വന്നവരോടൊപ്പം പള്ളിയിൽ ആരാധിക്കുന്നതിന് വിസമ്മതിച്ചു. 1847 മിഷണറിമാർ ജാതി നിഷേധ സിദ്ധാന്തം പുറപ്പെടുവിച്ചു. അത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, ഇത് ഇപ്പോഴാണ് വ്യക്തമായിട്ട് പറയുന്നത്. 1847 മിഷണറിമാർ ജാതി നിഷേധ സിദ്ധാന്തം അവരെഴുതിയ കാസ്റ്റ് നെഗേഷൻ തിയറി പുറപ്പെടുവിച്ചു. അതിൻ്റെ ചുരുക്കം ഇതായിട്ടാണ് ചുരുക്കം. നമ്മുടെ സഭയിൽ പ്രാഥമികമായി പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഇതാ. 1, ജാതിയുടെ പൂർണ്ണമായ നിഷേധം, അട്ടർ നെഗേഷൻ ഓഫ് കാസ്റ്റ്. നമ്മുടെ പള്ളിക്കകത്ത്, നമ്മുടെ ഈ ആംഗ്ലിക്കൻ പള്ളിക്കകത്ത്, അല്ലെ പ്രൊട്ടസ്റ്റൻ്റ് പള്ളിക്കകത്ത്, ആംഗ്ലിക്കല്ല പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയിൽ ഇപ്പോൾ നമുക്ക് സുറിയാനിക്കാർ മാത്രമല്ല, ഏതാനും നായന്മാരും കുറേയേറെ ഈഴവരും അവർ കൺവെർട്ട് ചെയ്ത് സ്നാനപ്പെട്ട് നമ്മുടെ പള്ളിക്കകത്ത് ആരാധനയ്ക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ സുറിയാനക്കാരായ നിങ്ങൾ പഴയ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈഴവരായിരുന്നവരെ അവരെ സ്നാനപ്പെടുകയും ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റുപറയുകയൊക്കെ ചെയ്തിട്ടും നിങ്ങളവരെ മാറ്റിയിരുത്തുക. അവർ ഈഴവരായി പോയെന്നും പറഞ്ഞുകൊണ്ട്. ഇനി അത് പാടില്ല. ജാതിയുടെ പൂർണ്ണമായ നിഷേധം ഇവിടെ ആവശ്യമാണ്. അട്ടർ നെഗേഷൻ ഓഫ് കാസ്റ്റ് കൂടിയത്. 2, ഓരോ സഭാംഗവും ജാതിയെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അക്രൈസ്തവർക്ക് മാതൃകയാക്കണം എന്ന് സുറിയാനി ക്രിസ്ത്യാനികളോട് നിർദ്ദേശിച്ചു. നിങ്ങളിങ്ങനെ ജാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും? അതുകൊണ്ട് ഇനി മേലാൽ നമ്മുടെ പള്ളിക്കകത്ത് ആരാ നിങ്ങൾ ഏതായിരുന്നു എന്ന് അന്വേഷിക്കരുത്. ഈഴവരെ അന്ന് ഈഴവർക്കൊന്നും വഴി നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയായിരുന്നു. അതുകൊണ്ടാണ്. ഇപ്പോഴങ്ങനെയൊന്നും എല്ലാം മാറി. അപ്പോൾ ആരായിരുന്നു ഈ നവോത്ഥാനമാണോ? നവോത്ഥാനമല്ല, നവോത്ഥാനമുണ്ടായി, എഴുന്നേൽപ്പുണ്ടായി. പക്ഷെ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗ്രാജുവൽ പ്രോസസ്സാണ് ഈ സാമൂഹിക പരിവർത്തനം, നവോത്ഥാനം. ഇനി നമുക്ക് അടിമ സമ്പ്രദായം, അടിമ വിദ്യാഭ്യാസത്തിലേക്ക്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് അടിമ വിദ്യാഭ്യാസം, സ്നാനം എന്ന 2 മഹാവിപ്ലവങ്ങൾ. പാവപ്പെട്ട അയിത്തക്കാരായിട്ടുള്ള അടിമകളെ പിടിച്ച് പള്ളി കൊണ്ടുവന്ന് സുറിയാനി ക്രിസ്ത്യാനിയുടെ കൂടെ ഇരുത്തുക എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്ന കാലത്ത് മിഷണറിമാർ ഈ അടിമകളുടെ ഇടയിലേക്ക് പോയി അവരെ വിദ്യാഭ്യാസം ചുമ്മാ അതൊന്നും സ്നാനപ്പെടുത്തുകയല്ല, എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് നാളെ നിങ്ങൾ ഇങ്ങോട്ട് വരിക, വന്നിട്ട് നിങ്ങളെ അവർ പ്രൊട്ടസ്റ്റൻ്റ് സമ്പ്രദായം അനുസരിച്ച് CMSനും ഇപ്പോഴും മുഴുകൽ സ്നാനമാകാം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലൊക്കെ മിഷൻ വയലുകളിൽ വെള്ളമുണ്ടെങ്കിൽ അവരെ മുങ്ങിയാണ് സ്നാനപ്പെടുത്തുന്നത്. അല്ല, CSIക്കാർക്ക് അതൊന്നും നിഷിദ്ധമൊന്നുമല്ല, ഞാൻ കണ്ടതാണ്. അതേസമയം വെള്ളമില്ല, യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും? കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്ന ആളുകളെ കുറച്ച് വെള്ളം അവരുടെ തലയിലൊക്കെ ഒഴിച്ച് കുരിശ് വരച്ച് അവരെ സ്നാനപ്പെടുത്തും അതും ചെയ്യും. പക്ഷേ ആദ്യമൊക്കെ ഇവരെ മുക്കി തന്നെയാണ് സ്നാനപ്പെടുത്തിയിരുന്നത്. അടിമകൾക്ക് വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല, നൂറ്റാണ്ടുകളായി അവർക്ക്
ഉയർന്ന ജാതിക്കാർ കൽപ്പിച്ചു കൊടുത്തിരുന്ന അയിത്തം ഇല്ലാതാക്കണം. ഇനി അയിത്തം വേണ്ട, ജാതി വേണ്ട, അന്നേരം അയിത്തം വേണ്ട, അയിത്തം ഇല്ലാതാക്കി. ഇവ രണ്ടും കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവങ്ങളാണ്. ഈ അടിമകൾക്ക് വിദ്യാഭ്യാസം നൽകുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. അടിമകളെ പഠിപ്പിക്കുക, എന്തൊരു ശിവ എന്ന് നമ്മുടെ സവർണരായ ഹിന്ദുക്കൾ പറയാറില്ലേ? അതുപോലെ ഇത് കലികാലമാണോ? ഈ അടിമകളെ പഠിപ്പിക്കുകയോ അവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയോ? പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അടിമകൾക്ക് വേണ്ടി സ്കൂള് തുടങ്ങി. സ്കൂളിൽ പഠിപ്പിച്ചു, അക്ഷരം പഠിപ്പിച്ചു, വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് വേദം പഠിപ്പിച്ചു. അപ്പോൾ അവർക്ക് വായിക്കാൻ പഠിപ്പിച്ചു ആദ്യമായിട്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ അടൂർ രാമചന്ദ്രൻ നായർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അടൂരെന്ന് പറയുന്നത് എൻ്റെ സ്ഥലമാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ പുസ്തകം എങ്ങനെയോ എൻ്റെ കയ്യിൽ കിട്ടി. വായിച്ചു നോക്കിയപ്പോൾ ഞാൻ സ്തബ്ധനായിപ്പോയി. ഒരു മനുഷ്യൻ എത്ര സത്യസന്ധനാകാം? യാതൊരു വിധമായ പ്രിജുഡിസും ഇല്ലാതെ ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തെ CSIക്കാർ പോലും ചെയ്യാത്ത, ഞാൻ CSIക്കാരനാണ്, അവർ പോലും ചെയ്യാത്ത ഒരു മഹനീയമായ കൃത്യം ഈ മിഷണറിമാർ ചെയ്ത ത്യാഗോജ്വലമായ സേവനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിരിക്കുന്നു രാമചന്ദ്രൻ നായർ. അദ്ദേഹം എഴുതിയിരിക്കുക അതിനകത്ത്, അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ ധന്യമായ യജ്ഞം കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ ഒരു അവിസ്മരണീയമായ അധ്യായമാണ് എന്ന് ഈ ബഹുമാന്യനായ രാമചന്ദ്രൻ നായർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അക്രൈസ്തവ ജനവിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും അടിമജാതികളിൽപ്പെട്ടവരായിരുന്നതിനാൽ അവരെ സമൂഹത്തിൽ മാന്യമായൊരു പദവിയിൽ അവരോധിക്കുകയും അവരിൽ സാമൂഹിക ക്രമം അടിച്ചേൽപ്പിക്കുക, അവശതകൾ തുടച്ചു നീക്കുകയുമായിരുന്നു മിഷണറിമാരുടെ അടിമത്ത നിരോധന പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വീണ്ടും വായിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ബഹുമാനപ്പെട്ട അടൂർ രാമചന്ദ്രൻ നായർ കണ്ടെത്തിയതെങ്കിലും അടിമ നിരോധനത്തിന് അപ്പുറം അവരുടെ വിദ്യാഭ്യാസവും അയിത്തപ്രക്ഷാളനവുമായിരുന്നു അടിമകളെ മാന്യമായ പദവിയിലെത്തിച്ചത്. തുടക്കം എങ്ങനെയാണ്? അപ്പോൾ ഈ അടിമകളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, സ്നാനപ്പെടുത്തുക, അവരുടെ അയിത്തം നീക്കുക, അവരെ സാധാരണ മനുഷ്യരാക്കുക, ഏത് മനുഷ്യനോടും കൂടെ അവരെ ആരാധിക്കാൻ അനുവദിക്കുക. എങ്ങനെയായത് തുടക്കം? വർഷങ്ങൾക്ക് ശേഷം 1861 റവറൻ വൈറ്റ് ഹൗസ് എന്ന മിഷണറി എഴുതിയിരിക്കുക. ആരായത് തുടങ്ങിയത്? ഈ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ അയിത്തക്കാരായ പറയര്, പൊലയര്, പിന്നെ അവരുടെ കാറ്റഗറീസ് കിഴക്കൻ പൊലയര്, പടിഞ്ഞാറൻ പൊലയര്, പിന്നെ ഉള്ളാടര്, ഇങ്ങനെയുള്ള മലയരയര്, നായാടികൾ, ഇങ്ങനെയുള്ള അയിത്ത വർഗക്കാരെ എല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ചതിൻ്റെ ആരാ തുടങ്ങിയത്? പറഞ്ഞിരിക്കുക. തുടക്കം വർഷങ്ങൾക്ക് ശേഷം റവറൻറ്റ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന മിഷണറി എഴുതിയിരിക്കുന്നു. എന്നാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്? ആരാണിതിൻ്റെ കാരണഭൂതൻ? റവറൻ റാഗ്ലണ്ട് തിരുവിതാംകൂറിൽ നടത്തിയ ഒരു സന്ദർശനത്തെ തുടർന്നാണ് അത്. നിന്ദിതരും തള്ളപ്പെട്ടവരുമായി അങ്ങേയറ്റം താഴ്ന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന അടിമകളുടെ ദൈന്യത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. അദ്ദേഹം റവറൻ ജോർജ് മാത്തനുമായി സംസാരിച്ചു. ഇവരെ ക്രിസ്തീയ മാർഗത്തിലൂടെ പഠിപ്പിച്ച് ഉദ്ധരിക്കുന്നതിന് ചെയ്യേണ്ട ശ്രമങ്ങളെപ്പറ്റി ആലോചിച്ചു. ഉടൻ എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം വ്യഗ്രത കാണിച്ചു. അതാണ് കാരണം. അപ്പോൾ 1861 വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു മിഷണറി ചോദിക്കുന്നു, ഈ അടിമ വിദ്യാഭ്യാസവും ഒക്കെ തുടങ്ങിയല്ലോ, സ്നാനം, ഇപ്പോൾ അവരെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നു, വായിക്കുന്നു, പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, അവർ ആരായി തുടങ്ങി വെച്ചത്? അപ്പോൾ പറയാണ് 1850 റാഗ്ലണ്ട്, TG റാഗ്ലണ്ട് എന്ന് പറയുന്ന മദ്രാസിലെ ബിഷപ്പിൻ്റെ ചാപ്ലൻ കേരളത്തിൽ വന്നു. അദ്ദേഹം മല്ലപ്പള്ളിയിൽ വന്നിട്ട്, ജോർജ് മാത്തനായിരുന്നു അവിടുത്തെ അച്ഛൻ. ജോർജ് മാത്തൻ്റെ പള്ളിയിൽ അതിൻ്റെ മേടയിൽ ഈ റാഗ്ലണ്ട് ഒരു രാത്രിയിൽ താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത പകൽക്കാലം
ഒരു പാട്ട് കേൾക്കുന്നു. വളരെ ശോചനീയമായ രീതിയിലുള്ളൊരു പാട്ട്. അത് അദ്ദേഹം ഇറങ്ങി പുറത്ത് നോക്കിയപ്പോൾ ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകണമെന്ന് വിചാരിച്ചു. നടന്നെത്തിയത് വയലിൻ്റെ കരയ്ക്കാണ്. അവിടെ ചെന്നപ്പോൾ ഏതാനും പ്രാകൃതരായ അർത്ഥനഗ്നരും അല്ല, അല്പമാത്ര വസ്ത്രധാരികളെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്പമാത്ര വസ്ത്രധാരികളും പ്രാകൃതമായ ഒരു വലിയ വിഭാഗം അടിമകൾ നിന്നുകൊണ്ട് പാട്ട് പാടുകയാണ്. അവരുടെ പാട്ടാണ് അദ്ദേഹം കേട്ടത്. വളരെ ശോചനീയമായിരുന്നു. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. TG റാഗ്ലൻഡിൻ്റെ പുരോഹിതന് തകർന്നു. അദ്ദേഹം ആ ദിവസം തിരുവല്ലയിൽ മിഷണറി ആയിരുന്ന റവറൻ ജോൺ ഹോക്സ്വർത്തിൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത ദിവസം ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ആദ്യം കാണുക ഇത്ര ദയനീയമായ ഒരു കാഴ്ച. ഈ പാവപ്പെട്ട മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്നു. അവരുടെ അതുകൊണ്ട് അവരെ ദേ ഓട്ട് ടു ബി അപ്ലിഫ്റ്റഡ്, അവരെ ഉദ്ധരിച്ചേ മതിയാവും. അപ്പോൾ ഈ തിരുവല്ലയിലെ മിഷണറിയായ ഹോക്സ്വർത്ത് പറഞ്ഞു, അത് അസാധ്യമാണ്, ഇമ്പോസിബിളാണ്, അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. ഇവിടെ അടിമകളെ പഠിപ്പിക്കുക, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, അവരുടെ യജമാനന്മാർ സമ്മതിക്കത്തില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞേ, അതൊക്കെ കാര്യം ശരിയാണ്, ദേ ഓട്ട് ടു ബി അപ്ലിഫ്റ്റഡ്. ഈ ഒരു വാക്കാണ് ഈ അടിമകളുടെ ഉത്ഥാനത്തിന് കാരണമായത്. മനസ്സിലായോ? ഈ TG റാഗ്ലൻഡ് എന്ന് പറയുന്ന മദ്രാസ്, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി പറയാം. TG റാഗ്ലൻഡ് എന്ന് പറയുന്ന T. ഗജേതൻ റാഗ്ലൻഡ് എന്നാണ്. അദ്ദേഹം പിന്നെ CMSൻ്റെ സെക്രട്ടറിയൊക്കെ ആയി. അദ്ദേഹം മദ്രാസ് ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം കേരളം ചുമ്മാതൊന്ന് കാണാൻ വന്നതാണ്. അവിടെ വന്നപ്പോൾ അദ്ദേഹം ഈ കാഴ്ച കണ്ടിട്ട് ഹോക്സ്വർത്തിനോട് പോയി പറയുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രയാസമാണ്, അവർ ഇവിടെ നടപ്പില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, ദേ ഓട്ട് ടു ബി അപ്ലിഫ്റ്റഡ്. അത് അപ്പോൾ ഒരു വാക്കില്ല, ആ വാക്കാണ് ഇവർ അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ഹോക്സ്വർത്ത് ഇതിന് പുറപ്പെട്ടത്. ഹോക്സ്വർത്തായിരുന്നു ആദ്യം. അതുകൊണ്ട് ഹോക്സ്വർത്തിനെ പറയുന്നത് അടിമകളുടെ അപ്പോസ്തലൻ എന്നാണ്. ഹോക്സ്വർത്തിനകത്ത് ജോർജ് മാത്തനോട് പറഞ്ഞു, നമുക്ക് മല്ലപ്പള്ളിയിൽ ഒരു അടിമ സ്കൂൾ തുടങ്ങണം. അടിമ സ്കൂൾ തുടങ്ങിയിട്ട് അടിമകളെ പഠിപ്പിക്കണം, അവരെ നല്ല വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കണം, സോപ്പ് സൂപ്പ് സാൽവേഷൻ. ഈ ഒരു അടിസ്ഥാനത്തിലാണ് അടിമ ഉദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ അവർ അടിമോദ്ധാരണ മിഷൻ തുടങ്ങി. അടിമോദ്ധാരണ മിഷൻ ആരംഭിച്ചു. ഹോക്സ്വർത്തും ജോർജ് മാത്തനും കൂടി മല്ലപ്പള്ളിയിൽ അതിൻ്റെ കേന്ദ്രം. അപ്പോൾ ഇതൊരു അടിമോദ്ധാരണ മിഷൻ ആരംഭിച്ചു. സോപ്പ്, വസ്ത്രം കഴുകുക, കുളിക്കുക, ശുദ്ധി. സൂപ്പ്, ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കുക, കഴിക്കുക. സാൽവേഷൻ, ആത്മാവിൻ്റെ രക്ഷ. ഇത് മൂന്നുമായിരുന്നു അവരുടെ മോട്ടോ. എന്നാൽ അവരുടെ പ്രവർത്തനം അത്ര എളുപ്പമായിരുന്നില്ല. ഒന്നാമത് അടിമകൾ യജമാനന്മാരുടെ വകയായിരുന്നു. രണ്ടാമത് അടിമകളുടെ അജ്ഞതയും ഭയവും. ഇത് ഞാൻ അടിമയോട് പറയും, നാളെ മുതൽ നിങ്ങൾ കുളിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നിങ്ങൾ പള്ളി വരണം, പഠിക്കാൻ വരണം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. കാരണം അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന് തന്നെ അവർക്ക് ബോധ്യമല്ലായിരുന്നു. അടിമകളെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഹോക്സ്വർത്തിനും ജോർജ് മാത്തനും സഹിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ വളരെയാണ്. പാവം ഈ ജോർജ് മാത്തൻ എന്ന് പറയുന്ന സുറിയാനി ക്രിസ്ത്യാനി ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ആംഗ്ലിക്കൻ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ചേർന്ന് അവർ വളരെ ക്ലേശം. ഈ ആദ്യമായിട്ടൊരു സംരംഭം, അതിനെക്കുറിച്ച് അവർ എഴുതിയിരിക്കുക. ആദ്യമൊന്നും അവർ കുടിലിന് പുറത്തേക്ക് വന്നതേയില്ല. അപ്പോൾ ജോർജ് മാത്തൻ ചെന്നിട്ട് പറഞ്ഞു, ഓരോ അടിമ കുടിലിൻ്റെയും മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കുടിലിൽ താമസിക്കുന്ന നിങ്ങളെയൊക്കെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. നാളെ മുതൽ ഞങ്ങൾ ഒരു ചെറിയ ഒരു ഓലപ്പുരയുണ്ടാക്കും, ഷെഡുണ്ടാക്കും. അവിടെ നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞിട്ട് സന്ധ്യ കഴിയുമ്പം അവിടെ വരണം. നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ വരണം.
വന്ന് നമുക്കവിടെ നിങ്ങളെ അക്ഷരം പഠിപ്പിക്കുക, പാട്ട് പാടുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, അവർ കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. കുടിലിന് പുറത്തോട്ട് അവർ വന്നില്ല. മനുഷ്യരെന്ന നിലയിൽ അവർക്കുള്ള അവകാശങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്താനായിരുന്നു ഏറെ പ്രയാസം. അവരിതോട് ജോർജ് മാത്തനും ചെന്ന് പറഞ്ഞപ്പോഴേ അവരത് വെറും ഒരു തമാശ അല്ല, അസംഭവ്യമായ കാര്യമായിട്ടാണ്. അവർക്ക് വലിയ ഭയമായിരുന്നു. ഇത് ഞങ്ങളെ കൊല്ലാനോ വല്ലതും ആണോ, ഈ വിളിച്ചുകൊണ്ട് പോയി ഇനി എല്ലാം മൊത്തത്തെ ഞങ്ങൾ കൊല്ലാനായിരിക്കുമോ എന്നുള്ള ഭയമാണ്. ഭയവും സംശയവും വളരെയായിരുന്നു അവരുടെ. കാരണം അവരുടെ ശീലങ്ങൾ വൃത്തികെട്ടതും അവരുടെ അജ്ഞത അങ്ങേയറ്റം എത്തിയതുമായിരുന്നു. അവർക്ക് ബോധമില്ല, എല്ലാ പ്രജ്ഞയും നശിച്ചവരാ. വൃത്തിയെക്കുറിച്ച് അവർ ചിന്തയില്ല. അവരുടെ their habits are filthy എന്നാണ് എഴുതിയിരിക്കുന്നത്. അട്ടർ ഇഗ്നറൻ്റ് ആണ്. അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവർക്ക് അവകാശമുണ്ടെന്ന് പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും അവർക്കതിനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായി. പഠിക്കുന്നതിനെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് ശ്രമകരമായ കാര്യമായിരുന്നു. മറ്റു മനുഷ്യരെ എന്നും ഭയന്നാണ് അവർ കഴിഞ്ഞിരുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ ഉയർന്ന ജാതിക്കാരിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ല. എളിയവരുടെ കഷ്ടതകളും ദരിദ്രരുടെ ദീർഘനിശ്വാസങ്ങളും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ബൈബിളിലുണ്ട്. എളിയവരുടെ കഷ്ടതകളും ദരിദ്രരുടെ ദീർഘനിശ്വാസങ്ങളും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ബൈബിളിലുണ്ടല്ലോ. ആ പ്രമാണമനുസരിച്ച് ഇവരെ ഈ അടിമകളുടെ അടുത്തേക്ക് ചെന്നു ബൈബിളിൽ. അതുകൊണ്ട് ദൈവം ആണ് ഈ അടിമോദ്ധാരണ മിഷണറിമാരെ ഏൽപ്പിച്ചത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. പാവങ്ങളായ ഈ മനുഷ്യരെ ഉദ്ധരിക്കുവാൻ ദൈവം തീരുമാനിച്ചതാ. ദൈവം തീരുമാനിച്ചാൽ വല്ലവർക്കും തടയാൻ പറ്റുമോ? അപ്പോൾ സോപ്പ് സാൽവേഷൻ എന്ന സിദ്ധാന്തമാണ് മിഷണറിമാർ സ്വീകരിച്ചത്. സ്കൂളിൽ വരുന്ന അടിമകൾ കുളിച്ച് വൃത്തിയായി വരാൻ പഠിപ്പിച്ചു. സോപ്പ് ഉപയോഗിച്ച് വസ്ത്രമലക്കാൻ പ്രത്യേകം പഠിക്കണമായിരുന്നു. വേദപഠനമായിരുന്നു മൂന്നാമത്തേത്. അതോടൊപ്പം എഴുത്തും വായനയും അഭ്യസിക്കുക. ഈ സൂപ്പ് അവിടെ കിട്ടും. സൂപ്പെന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ്. ഈ സ്കൂളിൽ വരുന്നവർക്ക് ഈ മിഷണറിമാർ ഭക്ഷണം കൊടുക്കും. അല്ല, അവരുടെ വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കും. നല്ല ഭക്ഷണം, നാളെ മുതൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടുന്ന? അവരുടെ സ്കൂളിൽ വരുന്നവർക്ക് അവരെ കുളിക്കാൻ, ശരീരശുദ്ധി വരുത്തുവാൻ പഠിപ്പിച്ചു. അവർക്ക് ചിലപ്പോൾ വസ്ത്രം കൊടുക്കും, നല്ല വസ്ത്രം കൊടുക്കും, ഭക്ഷണം കൊടുക്കുമായിരുന്നു. എല്ലാ പിന്നീട് അങ്ങോട്ട് മിഷണറിമാരുടെ സ്കൂളുകളിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. കുട്ടികൾ പകൽ സമയത്തും മുതിർന്നവർക്ക് സന്ധ്യയ്ക്കുമായിരുന്നു ക്ലാസ്. സുറിയാനി ക്രിസ്ത്യാനിയായിരുന്നു അധ്യാപകൻ. ഞായറാഴ്ച സ്കൂളിൽ ആരാധന നടത്തും. അടിമകളുടെ പഠന പുരോഗതി ജോർജ് മാത്തൻ വിലയിരുത്തി പോന്നു. പരസ്യമായിട്ടായിരുന്നു പരിശോധന. അങ്ങനെ അപ്പോൾ ആദ്യം മല്ലപ്പള്ളിയിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ ആദ്യം സ്കൂൾ തുടങ്ങി, കുറച്ച് അടിമകൾ വന്നു, പഠിക്കാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പം രാവിലെ ഒന്ന് നോക്കിയപ്പം സ്കൂൾ തീയിട്ടിരിക്കുന്നു. ഏതാണ്ട് സുറിയാനിക്കാരും നായന്മാരും കൂടെ കൂടിച്ചെന്നാ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്കൂളുണ്ടാക്കി, അതും തീയിട്ടു. ഞായറാഴ്ച ദിവസം അടിമകൾ പള്ളിയിൽ, ഇതുവരെ പള്ളി കൂടാ, സ്കൂളും പള്ളിയും ഒന്നിച്ച. അവർ രാവിലെ ആരാധിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ സ്കൂൾ തീയിട്ടിരിക്കുന്നു. അപ്പോഴവർ അവിടെ നിന്നുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തു. ഈ ചാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഇന്ന് ഞങ്ങളുടെ സ്കൂളിന്ന് തീയിട്ടിരിക്കുന്നു, ഈ ചാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് ദൈവത്തെ ആരാധിക്കും എന്നവർ പ്രതിജ്ഞ എടുത്ത് ആ ചാരത്തിൽ നിന്നുകൊണ്ട് അവർ ആരാധിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത് സ്കൂള് ഉണ്ടാക്കി. പിന്നെ ആരും തീയിട്ടില്ല. പിന്നെ അങ്ങനെ എതിർപ്പുകൾ തുടർന്നുകൊണ്ടിരുന്നു. അടിമകളെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ സവർണരായ യജമാനന്മാരിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു. സുറിയാനി ക്രിസ്ത്യാനികൾ അവരോടൊപ്പം ചേർന്നു. തൃശ്ശൂർ, പിന്നെ ഈ സമയം തൃശ്ശൂരിലും അടിമ വിദ്യാഭ്യാസം തുടർന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. 1849 ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പലയിടത്തും തുടങ്ങിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പോയി. പള്ളം, ഇരുപേരൂർ, പെരുന്തുരുത്തി, തലവടി, നാലുനാക്കൽ, വേളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പിന്നീട് ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് പിന്നീട് മിഷണറിമാർ ഒരു പിന്നീട് അവരൊരു കുതിപ്പാണ് നടത്തുന്നത്. എല്ലായിടത്തും അടിമ സ്കൂളുകൾ, വേളൂരും പെരുന്തുരുത്തിയിലും മറ്റും എല്ലായിടത്തും
അടിമ സ്കൂൾ തുടങ്ങി. അപ്പോൾ ഇതിന് ബാക്കിയുള്ള മിഷണറിമാരപ്പോൾ വന്നുകൊണ്ടേയിരുന്നു. ജോസഫ് പിറ്റ്, ഹെൻറി ആൻഡ്രൂസ്, ജോൺസൺ തുടങ്ങിയ വിദേശ മിഷണറിമാരും ജോർജ് മാത്തൻ, ഉമ്മൻ മാമൻ, റവറൻ ജേക്കബ് ചാണ്ടി, കോശി തുടങ്ങിയ വൈദികരും ചേർന്ന് അടിമോദ്ധാരണ മിഷൻ വിപുലപ്പെടുത്തി. അടിമോദ്ധാരണ മിഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമായി മാറി. അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഈ അടിമകൾ ഇത് അറിഞ്ഞു, എനിക്കും പഠിക്കണം, ഞങ്ങൾക്കും പഠിക്കണം. അപ്പം ആദ്യമായിട്ട് അടിമ വിഭാഗത്തിൽ നിന്നും ഒരാൾ വായിക്കാൻ പഠിച്ചത് തിരുവല്ലയിലുള്ള ജോഷുവ എന്ന് പറയുന്ന മനുഷ്യൻ അടിമയാണ്. ജോഷുവ ആദ്യമായിട്ട് അക്ഷരം പഠിക്കുവാൻ പഠിച്ച ആൾ ജോഷുവ. ജോഷുവയുടെ പണി പിന്നെ എല്ലാവരും അക്ഷരം പഠിപ്പിക്കുക. ഇങ്ങനെ മുന്നേറി ഉമ്മൻ മാമ ഇവരെല്ലാം ധീരന്മാരായ പോരാളികളായിരുന്നു. ജോർജ് കോശി അദ്ദേഹം ഒരുപാട് പാട്ടെഴുതി. കെ കോശി അച്ഛൻ ഒത്തിരി പാട്ടെഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ് കെ കോശി അച്ഛൻ. പിന്നെ ജേക്കബ് ചാണ്ടി, മറ്റീത്ര നമ്മുടെ ബിഷപ്പിൻ്റെ ഗ്രാൻഡ് ഫാദർ, ജോർജ് മാത്തൻ, ഉമ്മൻ മാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഇവരൊക്കെ ധീരന്മാരായിട്ടുള്ള പുരോഹിതന്മാരും മനുഷ്യ സ്നേഹികളുമായിരുന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കും ഒരു സംഭവം. ഈ അടിമകളെ പഠിപ്പിച്ചുകൊണ്ട് എന്തോ ഗുണമാണ്, നാളെ അവരെ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമല്ലോ ആക്കുമോ എന്നുള്ള ചോദ്യം അവരോട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശരി, അടിമകൾക്ക് നാളെ നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന് ഈ ഉമ്മൻ മാമനച്ചൻ പ്രവചിച്ചു. അങ്ങനൊരു സംഭവം. അതായത് ഉമ്മൻ മാമനച്ചൻ തിരുവല്ലയിൽ മിഷണറി ആയിരിക്കുകയാണ്. ആ സമയത്ത് ഇരവിപേരൂരിൽ ഒരു അടിമ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻ മാമനച്ചൻ ഇരവിപേരൂരിലെ പല നായർ വീടുകളിലും പോവും. നമുക്കറിയാം ഇരവിപേരൂരിൽ 2 ശങ്കരമംഗലമുണ്ട്. ഒന്ന് നായർ ശങ്കരമംഗലവും ഒന്ന് ക്രിസ്ത്യൻ ശങ്കരമംഗലവും. ശരിയല്ലേ? ഇരവിപേരൂരിലുണ്ട്. അപ്പോൾ ഈ ഇരവിപേരൂർ ഇവർ തങ്ങളിലുള്ള ബന്ധം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഈ ഇരവിപേരൂരിൽ ഈ ശങ്കരമംഗലത്ത് ഉമ്മൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് ഉമ്മൻ മാമനച്ചൻ ഇരിക്കുകയാണ്. വീട്ടുകാരൻ്റെ പേര് ഉമ്മൻ എന്നാ. ഉമ്മൻ മാമനച്ചൻ ആ വീട്ടിൽ പോയി ഇടയ്ക്കൊക്കെ പോവും. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് അത് ഞാൻ ഒന്ന് വായിക്കാം. 1858 ജൂൺ 30 റവറൻ ജെ തൈര്യനുമായി ഇരവിപേരൂരിൽ ശങ്കരമംഗലം ഉമ്മൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ അവിടെ എത്തിയെന്നറിഞ്ഞ് തഹസീൽദാർ അവിടെ വന്നു. പ്രവർത്തികാരനും ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞു കൊടുത്തു തഹസീൽദാരോട്, ഉമ്മൻ മാമനച്ചന് ഈ അടിമ സ്കൂളുകൾ ഇരവിപേരൂരിൽ സമീപത്തുള്ള അടിമ സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴിത് ചില നായർ സമുദായക്കാർക്ക് പിടിച്ചില്ല. അവർ ചെന്ന് തഹസീൽദാർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. ഒരു ദിവസം ഒരു സന്ദർശനം നടത്താനായിട്ട് തഹസീൽദാർ വന്നു. എങ്ങനെയെങ്കിലും ഇത് തടയണം, ഉമ്മൻ മാമനെ നിരുത്സാഹപ്പെടുത്തണം. അപ്പോൾ അദ്ദേഹം ഈ ഉമ്മൻ മാമനച്ചൻ ഇരവിപേരൂരിൽ ശങ്കരമംഗലത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് തഹസീൽദാരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കാരും കൂടെ അവിടെ വന്നു. അവിടെ വന്നിട്ട് തഹസീൽദാർ ചോദിച്ചു, വളരെ ഗൗരവത്തോടെ എന്നോട് ചോദിച്ചു, അടിമകളെ പഠിപ്പിക്കുന്നുവെന്നും അവർക്ക് പള്ളിക്കൂടങ്ങൾ പണിയിച്ചെന്നും അവരുമായി ഭക്ഷണം കഴിച്ചെന്നും ഒക്കെ കേട്ടത് ശരിയാണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരിയാ. തഹസീൽദാർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ എന്നെ തൊടരുത്, നിങ്ങൾ അശുദ്ധനാ, നിങ്ങൾ എന്നെ തൊടരുത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ദൂരെ മാറി നിൽക്കുന്നത്. അപ്പോൾ തഹസീൽദാർ പറഞ്ഞു, നിങ്ങൾ ഈ ശൂദ്രന്മാരുടെ വീടുകളിൽ കയറരുത്, എന്നെ തൊടുക മാത്രമല്ല ശൂദ്രന്മാരുടെ വീടുകളിൽ മേലാ പോകരുത്. അച്ഛനൊന്നും പറഞ്ഞില്ല. ഈ സമയം തഹസീൽദാരോടൊപ്പം വന്ന പ്രവർത്തിക്കാരൻ, അയാളാ പോയി പറഞ്ഞു, പ്രവർത്തിക്കാരൻ മുന്നോട്ട് വന്ന് തന്ത്രപൂർവ്വം പറഞ്ഞു, അങ്ങ് കേട്ടതുപോലെ ഒന്നും ഉമ്മൻ ചെയ്യുമെന്ന് വിചാരിക്കരുത്, അച്ഛൻ മാന്യനായ മനുഷ്യനാ, അങ്ങനൊന്നും ഈ അടിമകളുടെ വീട്ടിലൊന്നും പോകത്തില്ല എന്ന് ഈ പ്രവർത്തിക്കാർ ചുമ്മാതെ തഹസീൽദാരോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എന്നെപ്പറ്റി താങ്കൾ കേട്ടതെല്ലാം ശരിയാ. തഹസീൽദാരോട് പറഞ്ഞു, എന്നെപ്പറ്റി നിങ്ങൾ കേട്ടത് മൊത്തം ശരിയാ. ഞാൻ അടിമകളുടെ വീട്ടിൽ പോവും, അവരെ കാണും.
അപ്പോൾ ഈ തഹസീൽദാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ അടിമകളുടെയൊക്കെ വീട്ടിൽ പോയി അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പം അച്ഛൻ അല്പനേരം മൗനമായി നിന്നതിന് ശേഷം പറഞ്ഞു, അവരെ ഭാവിയിൽ പ്രവർത്തകാരന്മാരുടെയും ഗുമസ്തന്മാരുടെയും തഹസീൽദാരന്മാരുടെയും സ്ഥാനങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത്. തഹസീൽദാർ ചോദിച്ചു, ആഹാ അങ്ങനെ തന്നെയാണോ? അപ്പം ഉമ്മനച്ചൻ പറഞ്ഞു, അതെ, തീയന്മാരും അടിമകളും സർക്കാരിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരും. എങ്ങനെയുണ്ട്? 1856 പ്രവചിച്ച കാര്യമാണ്, പിന്നീട് സംഭവിച്ചില്ലേ? അതായിരുന്നു അടിമ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ ഒരു അതാണ് നമ്മൾ ഒരു ചെറിയ ഭാഗം മാത്രം വായിച്ചിരിക്കുന്നു. എങ്കിലും അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എനിക്കിവിടെ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ 1, 2, 3 പ്രബന്ധം കൊണ്ട് തീരുന്നതല്ല. ഒരു വലിയ പുസ്തകത്തിനുള്ള ഒരു വകയുണ്ട്. അത് ഭാവിയിൽ ദൈവം അനുവദിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാം.